ഈ കാണുന്ന തെർമോകോൾ ബോൾസ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു നല്ല എസ്തെറ്റിക് വാൾ ഡെക്കർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇന്നിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രാഫ്റ്റിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പുതിയതാണ്. ഈ കാണുന്ന പ്രിസിഷൻ നൈഫ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു സെറ്റ് എന്റെ അടുത്ത് നേരത്തെ ഉണ്ടായതാണ്. ഞാനത് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് തുരുമ്പെടുത്ത് ഒരു വഴിക്കായിട്ടുണ്ട്. ആ ഒരു സാധനം എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നതുകൊണ്ട് തന്നെ ആ സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വാങ്ങിയേക്കുന്നത്. പ്രിസിഷൻ നൈഫ് എടുക്കാനായിട്ടുള്ള മെയിൻ കാരണം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ തെർമോകോൾ ബോൾസ് ആവശ്യത്തിനുള്ള തെർമോകോൾ ബോൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം. ഈ കാണുന്ന മൾട്ടിപർപ്പസ് ആയിട്ടുള്ള പെയിന്റ് ബക്കറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ കുറെ നാളുകളായിട്ട് വാങ്ങി വെച്ചതാണ്. ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചൂസ് ചെയ്തത് ഒരു റോസ് പിങ്ക് കളറാണ്. അതൊന്ന് ലൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് പെയിന്റും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പെയിന്റിൽ കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതേപോലത്തെ മിറർ എടുത്തിട്ട് അതിന് ചുറ്റും ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതെല്ലാം കൂടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഒട്ടിച്ചൊട്ടിച്ച് വന്നപ്പോഴേക്കേ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായി. അപ്പൊ ആ ഭാഗത്ത് ഞാനൊരു ബോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നല്ല എസ്തെറ്റിക് ആയിട്ടില്ലേ? ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ.